ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്കുത്തരം നൽകി. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്കുത്തരം നൽകി. എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി. എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തി. എൻ വഴി കുറവു തീർത്തു. എൻ വഴി കുറവു തീർത്തു. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. എൻ സാക്ഷിയങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരനുയരത്തിലും. എൻ സാക്ഷിയങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരനുയരത്തിലും. എണ്ണുന്നുഴച്ചകളെ കണ്ണുനീർ തുരുത്തിയിലും. എണ്ണുന്നുഴച്ചകളെ കണ്ണുനീർ തുരുത്തിയിലും. നിന്റെ പുസ്തകത്തിൽ അവ എഴുതിയിരിക്കയാൽ. നിന്റെ പുസ്തകത്തിൽ അവ എഴുതിയിരിക്കയാൽ. ഒന്നിലും ഭയപ്പെടില്ല. ഒന്നിലും ഭയപ്പെടില്ല. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. കഷ്ടങ്ങൾ തീർന്നിടാറായി പ്രതിഫലം ലഭിക്കാറായി. എൻ സാക്ഷിയങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരനുയരത്തിലും. എൻ സാക്ഷിയങ്ങ് സ്വർഗത്തിലും എൻ ജാമ്യക്കാരനുയരത്തിലും. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരും ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടവരുമായ ദൈവജനത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുക്കുന്ന കൽപ്പനയാണ് നാം വായിച്ചു കേട്ടത്. ഇത് നമുക്കും ബാധകമാണ്. നമ്മെയും ഇന്നും വഴി നടത്തുന്ന രക്ഷകനായ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ആ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ ജനത്തിൻ്റെ ഹൃദയം പതറിയോ, ആ ജനത്തിൻ്റെ മനസ്സ് മാറിയോ? ആ ജനം ചെങ്കടൽ കിടക്കുമ്പോൾ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. അത്യത്ഭുതകരമായ സമൂഹ സ്നാനം അവിടെ നടന്നു. ചെങ്കടലിൽ ദൈവം വരെ മാമോദിസമുക്കി സ്നാനപ്പെടുത്തി. അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർന്ന് ലക്ഷോപലക്ഷങ്ങളുടെ പേര്. മിസ്രയീമിൻ്റെ നിന്ദനയും മാറ്റിക്കളഞ്ഞു. കഴിഞ്ഞകാല പാപങ്ങളെല്ലാം ദൈവം ക്ഷമിച്ചു കൊടുത്തു. ജനം ചെങ്കടലിൽ കിടക്കുമ്പോൾ അവരെ പിന്തുടരുന്ന ഫറവോനും സൈന്യവും ചെങ്കടലിൻ്റെ കരയിൽ ചത്തടിഞ്ഞ് കിടക്കുന്ന കാഴ്ച അവർ കണ്ടു.
റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം വിശദീകരിക്കും: നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദൈവമക്കളെ, നാം ക്രിസ്തുവിനോടുകൂടെ ജീവിക്കണമെങ്കിൽ, കർത്താവിനോടുകൂടെ നിത്യത ചെലവഴിക്കണമെങ്കിൽ വളരെ വ്യക്തമാണ്, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കും. ക്രിസ്തു പാപത്തിന് മരിച്ചതുപോലെ അവനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനി പാപത്തിന് മരിച്ചാൽ, ക്രിസ്തുവിനോട് മരിച്ചാൽ, ക്രിസ്തു പാപത്തിന് മരിച്ചതുപോലെ ഞാനും പാപത്തിന് മരിക്കുന്നു തീരുമാനം ഹൃദയം കൊണ്ടെടുത്താൽ അവൻ ക്രിസ്തുവിനോട് ജീവിക്കും. സ്തോത്രം. വളരെ വ്യക്തമാണ്. എന്നാൽ ആ തീരുമാനം എടുത്ത എത്ര പേര് കാണും ഈ ലോകത്തിൽ? വചനം കേൾക്കുന്ന സഹോദര സഹോദരി ഒന്ന് ശാന്തമായി ചിന്തിക്കുമോ? റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലും അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും: ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരിൽ ആരാണ് വിശ്വാസി? ആരാണ് സാക്ഷാൽ ക്രിസ്ത്യാനി? നാം മനസ്സിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? നാം ഓരോരുത്തരും പാപസംബന്ധമായി മരിച്ചവരും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരുമാണ്. ഞാനും നിങ്ങളും പാപത്തിന് മരിച്ചവരാണോ? എന്നെ എവിടെ കൊണ്ടയിട്ടാലും, പൊത്തീഫറിന്റെ ഭവനത്തിൽ കൊണ്ടയിട്ടാലും, ബാബിലോണിലെ രാജകൊട്ടാരത്തിൽ കൊണ്ടയിട്ടാലും ഞാൻ പാപത്തിന് മരിച്ചവനാണ് പറയുമോ? യോസേപ്പിനെ പോലെയോ ദാനിയേലിനെ പോലെയോ പറയുന്നവരാണ്. അവരാണ് വിശ്വാസികൾ. ദൈവം അവരുടെ ദൈവം എന്ന് പറയാനാണ് അഭിമാനിക്കുന്നത്, സന്തോഷിക്കുന്നത്. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഇവിടെ കുറെ കാശുണ്ടാക്കി മണിമന്ദിരങ്ങൾ പണിത് ഇവിടെ വലിയ കറങ്ങുന്ന കസേരയിരിക്കാനല്ല, മറ്റുള്ളവരുടെ ബഹുമാനം പിടിച്ചു പറ്റാനല്ല. ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ്. ഞാൻ ഇരിക്കുന്നത് എവിടെയാ? ക്രിസ്തുയേശുവിൽ. നാം പാപം സംബന്ധിച്ച് മരിച്ചവരും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരുമാണ്. ഞാൻ എപ്പോഴും ക്രിസ്തുവിനോട് കൂടെയാണ്. എൻ്റെ മൂത്ത സഹോദരൻ എപ്പോഴും എന്നോട് കൂടെയുണ്ട്, വിട്ടുമാറാതെയുണ്ട്. അവൻ എൻ്റെ മുൻപിലുണ്ട്, വഴികാട്ടിയായി, എനിക്ക് ഉപദേശകനായി, എനിക്ക് സഹായമായി, എനിക്ക് സംരക്ഷണമായി. അവൻ എപ്പോഴും കൂടെയുണ്ട്. ജീവിക്കുന്നതോ ഞാൻ ദൈവത്തിന് ജീവിക്കുന്നു. ആണോ സഹോദര? ജീവിക്കുന്നത് ദൈവത്തിനാണോ? അവരൊക്കെ ഭോഷന്മാരാണെന്നായിരിക്കും നിങ്ങളുടെ ഭാവം, അല്ലേ പ്രിയപ്പെട്ടവർ? അല്ല. നശിക്കാൻ പോകുന്ന ഈ ഭൂമിയിൽ, തീക്കായി ശേഷിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ നീ സമ്പാദ്യം സ്വരൂപിക്കരുത്. കർത്താവ് വ്യക്തമായി പറഞ്ഞില്ലേ, പുഴുവും തുരുമ്പും കെടുത്തുകയും കള്ളന്മാർ തുറന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുത്താതെയും കടന്മാർ തുറന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്നതായ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവീൻ. അവിടെയാണ് നിന്റെ നിത്യമായ വാസം, ദൈവത്തോടുള്ള വാസം. അവിടെ സമ്പത്തുണ്ടോ? അതിനു വേണ്ടി ജീവിക്കുക, ക്രിസ്തുവിനോട് ജീവിക്കുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക, പാപസംബന്ധമായി മരിച്ചവരായി ജീവിക്കുക. അവർക്കാണ് ജയജീവിതം. അവർക്കാണ് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്ക്. അവരാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ പറന്നുയരുന്നത്. അവരാണ് യേശുക്രിസ്തുവിന്റെ മണവാട്ടി സഭ. ഈ ഭൂമിയിലെ ഒരു സഭയുമല്ല. ഈ ഭൂമിയിലെ സഭകളെല്ലാം വിട്ടിട്ട് പോവും. എലയാസാറ് റിബേക്കയും കൂട്ടിക്കൊണ്ട് വരുമ്പോൾ അവൾ ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്യുന്നത്, ശരിയാണ്. ഇസ്ഹാക്കിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മെ എതിരേറ്റ് വരുന്ന പുരുഷൻ ആരെയെന്ന് റിബേക്ക എലയാസാറിനോട് ചോദിക്കുമ്പോൾ അതാണ് നിന്റെ മണവാളൻ എന്ന് എലയാസാർ പറയുന്നത് കേട്ടപ്പോൾ ഒട്ടകപ്പുറത്ത് നിന്ന് റിബേക്ക താഴെ ഇറങ്ങി. അവൾ മൂടുപടം കൊണ്ട് തന്നെ മൂടി. ഇസ്ഹാക്ക് അവളുടെ കൈക്ക് പിടിച്ചവള് അമ്മയുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോയി. എത്ര മനോഹരമായ നിഴലാണ്! കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒന്നാം ഘട്ടമായ മേഘപ്രത്യക്ഷതയുടെ നിഴലാണത്. സ്തോത്രം. പ്രിയപ്പെട്ടവര്, ഒട്ടകം പുറത്താണ്, എന്നാൽ റിബേക്ക ഇസ്ഹാക്കിനോടുകൂടെ കൂടാരത്തിനകത്താണ്. മറക്കരുത്. സഭ ഏതുമാകട്ടെ, കൂട്ടായ്മ ഏതുമാകട്ടെ, കർത്താവിനെ കാണുക, ക്രിസ്തുവിനെ കാണുക, ക്രിസ്തുവിൽ ജീവിക്കുക. അവന് കറപ്ഷൻ്റെ കണിക വരാൻ പറ്റുമോ? അവന് തിന്മയുടെ ഒരു കണിക വരാൻ പറ്റുമോ? അവൻ അരുതാത്തൊരു വാക്ക് പറയാൻ പറ്റുമോ? അവൻ ക്രിസ്തുവിലാണ്.
അവൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ് ഈ തലമുറയിൽ. ആണോ പ്രിയപ്പെട്ടവർ? സമൂഹത്തിലേക്ക് നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്ക്. നിങ്ങളുടെ രക്തം ചൂടുപിടിക്കുന്നുണ്ടോ? സ്നേഹത്താൽ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവശേഷിക്കുന്ന നാളുകളെങ്കിലും എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് പരിശുദ്ധാത്മാവ് തരുന്നതാണ്. കീഴ്പ്പെട്ടുകൊള്ളുക, അനുസരിച്ചുകൊള്ളുക. വലിയൊരു സത്യം നടന്നു. മിസ്രൈമിലായിരുന്ന ഇസ്രായേൽ ജനം പ്രാകൃത മനുഷ്യരെന്ന് പറയും വേദശാസ്ത്ര പണ്ഡിതന്മാർ. പാവപ്രവർത്തികൾ ചെയ്യുന്ന മനുഷ്യർ. ഫറവോന് വേണ്ടി ഫറവോൻ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് ഫറവോന് ഇഷ്ടമുള്ള സമ്പാദന നഗരങ്ങൾ പണിത് ഫറവോൻ്റെ രാജ്യത്തെ ഫറവോന് നിയമം അനുസരിച്ച് ജീവിക്കുന്ന ജനം അവർ പ്രാകൃത മനുഷ്യരാണ്. ആത്മീയമായി 3 തരം മനുഷ്യരുണ്ട്: പ്രാകൃത മനുഷ്യൻ, ജഡീക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ. അപ്രാകൃതാവസ്ഥയിൽ ദൈവം മനസ്സലിഞ്ഞ് അവരെ ചെങ്കടൽ കടത്തി. ഇനി അവർ പ്രാകൃതരല്ല. ഇനി അവർ മിസ്രൈമിലേക്ക് തിരികെ പോയില്ല. മിസ്രൈമിൻ്റെ അതിർത്തിയായ ചെങ്കടൽ ദൈവം വരെ കടത്തിയ ദൈവമാണ്. സ്തോത്രം. ദൈവമിതില് നീ വെളിം പ്രദേശത്ത് നീ ചോരയിൽ കുളിച്ച് കിടന്നപ്പോൾ ആരും നിന്നോട് മനസ്സലിവ് കാണിക്കാതെ നീ ആ രക്തത്തിൽ കിടന്നുരുണ്ടപ്പോൾ നിന്നോട് മനസ്സലിവ് കാണിച്ചൊരു നല്ല ശമരിയാക്കാരനുണ്ട്. അവനെത്രേ കർത്താവായ യേശു ക്രിസ്തു. ഞാനും നിങ്ങൾ അവനോട് ഒരു വാക്ക് പറഞ്ഞു: സാത്താൻ ഉപേക്ഷിക്കുന്നു, മശിഹാനമ്പരാനെ ഞാൻ സ്വീകരിക്കുന്നു. ആ ഒരു വാക്ക് കേട്ടുകൊണ്ട് തിരുരക്തത്താൽ കഴുകി നമ്മെ ശുദ്ധീകരിച്ച് അവൻ്റെ വകയാക്കി തീർത്ത സ്നേഹവാനായ കർത്താവിനെ നാം മറക്കരുത്. അവനുമായിട്ടാണ് നമുക്ക് കടപ്പാടുള്ളത്. അവനിലാണ് നാം ജീവിക്കുന്നത്. നാം ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. സ്തോത്രം. അപ്പോൾ അവരുടെ അഡ്രസ്സ് മാറ്റി കൊടുത്തു ദൈവം. പ്രാകൃത മനുഷ്യൻ അഡ്രസ്സ് മാറ്റി കൊടുത്തു. ഇനിയും അവരെ കുറിച്ച് പറയുന്നത്, മിസ്രയീം വിട്ട് ആ മരുഭൂമിയിലൂടെ വാഗ്ദത്ത കനാലിലേക്ക് നടക്കുന്ന ഇസ്രായേൽ ജനം അവർ ജഡീക മനുഷ്യരാണ്. പാവപ്രവർത്തികളോട് യാത്ര പറഞ്ഞു. പക്ഷേ അവരുടെ ഹൃദയത്തിൽ പഴയ വേരുകളുണ്ട്. ജഡീക മനുഷ്യന് തിന്മയിലേക്ക് പോകാം. ജഡീക മനുഷ്യന് പ്രാകൃത മനുഷ്യനാകാം. ജഡീക മനുഷ്യന് വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെച്ച് മുന്നോട്ട് പോയാൽ അവൻ ആത്മീയനുമാകാം. യോർദാൻ കടന്നാൽ അവൻ ആത്മീയനാവും. ദൈവം അവനെ മരുഭൂമിയിലൂടെ നടത്തുകയാണ്. അവൻ ഈ ഭൂമിയിൽ ആശ്രയിക്കാൻ വേറൊന്നുമില്ലല്ലോ. ഇത്ര മനോഹരമായ ദൈവനെ നടത്തുന്നു. ആ മരുഭൂമിയിൽ തണലില്ല, വീടില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, ആശ്രയിക്കാൻ ആരുമില്ല, ആശ്രയിക്കാൻ വേറെ ഒന്നുമില്ല. ആശ്രയിക്കാൻ ദൈവം മാത്രം. ദൈവം നിന്ന് വിട്ടുമാറാതെ മുന്നേ നടക്കുന്നു. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ദൈവം വരെ നടത്തുന്നു. ജഡീക മനുഷ്യൻ ആരാണ്? ജഡീക മനുഷ്യൻ എന്ന വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവം ഇതിൽ നീ ഒരു ജഡീക മനുഷ്യനാണോ അതോ പ്രാകൃതനാണോ? നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ പ്രാകൃതനായി മാറാം. അനേകരങ്ങനെ മാറുന്നുണ്ട്. എന്നാൽ വേണമെങ്കിൽ നിനക്ക് ആത്മീകനായി മാറാം. ജഡീക മനുഷ്യൻ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാരകർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവളെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തെ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. യെരൂശലേം ദേവാലയത്തിൽ ജനത്തെ ഉപദേശിക്കുന്ന കർത്താവിൻ്റെ അടുക്കിലേക്ക് വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നു. സഹോദരീ സഹോദരങ്ങളെ, ചെങ്കടൽ കടന്ന ഇസ്രായേൽ ജനം മാമരിസത്തൊട്ടിൽ സ്നാനമേറ്റ ഓരോ ക്രിസ്ത്യാനിയും യേശുവിന് മുമ്പിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവൾ തന്നെയാണ്. ഇവിടെ എന്ത് ചെയ്യണമെന്നാണ് കർത്താവിനോട് ചോദിക്കുന്നത്. എന്നാൽ കർത്താവ് ശിക്ഷാവിധി ഒഴിവാക്കി കൊടുത്തു. മറക്കരുത്, അവളെ കല്ലെറിഞ്ഞു കൊള്ളണമെന്നുള്ള ന്യായപ്രമാണത്തിൻ്റെ കർശനമായ നിയമം കർത്താവ് ഒഴിവാക്കി കൊടുത്തു. ശിക്ഷാവിധി ഒഴിവാക്കി കൊടുത്തു. ഒരു വാക്ക് പറഞ്ഞു, പാപം ചെയ്യരുത്, ഇനി പാപം ചെയ്യരുത് എന്നുള്ള ഒറ്റ വ്യവസ്ഥയിൽ അവൾക്ക് ദൈവം അവസരം കൊടുത്തു. സഹോദരീ സഹോദരങ്ങളെ, ഇനി നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിത്യനായ ദൈവം നമുക്ക് അവസരങ്ങൾ തരികയാണ്. ദൈവം അവസരം തരാതെ ആരെയും ശിക്ഷിക്കുകയില്ല.
മനോഹരമായ ദൈവം തരുന്ന അവസരം. സ്തോത്രം. എന്താണ് കർത്താവിന് പറയാനുള്ളത്? അന്ന് ആ സ്ത്രീയോട് പറയാനുള്ളത് തന്നെയാണ് ഇന്നും പറയാനുള്ളത്. അന്നും ഇന്നും എന്നും കർത്താവിന് പാപികളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ: ഇനി പാപം ചെയ്യരുത്. സ്തോത്രം. അംഗീകരിക്കാൻ മനസ്സാണോ സഹോദര സഹോദരി? ആ ഒറ്റ വ്യവസ്ഥ അംഗീകരിക്കാൻ നിനക്ക് മനസ്സാണോ? ആ സ്ത്രീക്ക് പാപമോചനം കൊടുത്തില്ല, പക്ഷേ പാപത്തെ ശിക്ഷ ഒഴിവാക്കി കൊടുത്തു. അവൾക്ക് വീണ്ടും അവസരം കൊടുത്തു. ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ കർത്താവളെ പറഞ്ഞയച്ചു. അവൾക്ക് ലഭിച്ചതായ അവസരം അവൾ പ്രയോജനപ്പെടുത്തി. എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ അവസരമോ നാം പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? നാം വചനം കേൾക്കുന്നവരല്ലേ? നാം ധാരാളം വചനം കേട്ടവരല്ലേ? അതെല്ലാം കേട്ട് വിട്ട് ശിക്ഷയ്ക്കാക്കി നാം വിട്ടുകളയുകയാണോ? ഇതൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് കരുതുകയാണോ? പ്രിയപ്പെട്ടവരെ, ശിക്ഷാവധി വരും, ഒരു സംശയവുമില്ല. എന്നാൽ ആ സ്ത്രീ എന്ത് ചെയ്തു? അവൾ ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം. അവൾ യേശുവിൻ്റെ കാൽക്കലേക്ക് വന്നു. അവൾക്ക് ദൈവം അവസരം കൊടുത്ത്, ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല, ഇനി പാപം ചെയ്യരുതേ എന്ന വ്യവസ്ഥയ്ക്ക് അവളെ പറഞ്ഞയച്ചു. അവൾക്ക് വേണമെങ്കിൽ പഴയ വഴിയിലേക്ക് പോകാം, അവൾക്ക് വേണമെങ്കിൽ വീണ്ടും പഴയ വേശ്യാവൃത്തിയിലേക്ക് പോകാം. അത് അവളുടെ സ്വാതന്ത്ര്യമാണ്. ദൈവം ഇതിൽ നിനക്കും പോണ സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് വചനം കേട്ട് നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പാപത്തേക്ക് തിരിയാം. നിന്റെ സ്വാതന്ത്ര്യത്തിന്മേൽ ദൈവം പോലും കൈവെക്കില്ല. സ്തോത്രം. പക്ഷെ അവൾ എന്ത് ചെയ്തു? അവൾ യേശുവിൻ്റെ കാലക്കലേക്ക് വന്നു. അവൾ യേശുവിൻ്റെ കാലക്കൽ വന്ന് കരഞ്ഞു. അവൾ പാപമോചനത്തിൻ്റെ സൗഖ്യവും രക്ഷയുടെ സന്തോഷവും അനുഭവിച്ചുകൊണ്ട് അവൾ പോയി. സ്തോത്രം. അതാണ് ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നത്. പാപമോചനത്തിൻ്റെ സൗഖ്യമോട് അനുഭവിച്ചു. എപ്പോൾ? അവൾക്ക് ദൈവം കൊടുത്തതായ അവസരമോ വിശ്വസതയോടെ ഉപയോഗിച്ചപ്പോൾ. ഇനി പാപം ചെയ്യരുതേ എന്ന് പറഞ്ഞതായ വചനമുള്ള അക്ഷരം പ്രതി അനുസരിച്ചപ്പോൾ. സഹോദര സഹോദരി, അതേ കർത്താവല്ലേ എൻ്റെയും നിൻ്റെയും ഹൃദയത്തിൻ്റെ വാരക്കിൽ നിന്നുകൊണ്ട് വിളിക്കുന്നത്? നമ്മെ ഓമനപ്പറഞ്ഞൊല്ലി വിളിക്കുന്നത്? അവൻ നമ്മെ വിളിക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ഉണ്ട്. സ്തോത്രം. നിങ്ങൾക്കിപ്പോൾ കർത്താവിലേക്ക് വരാം. കർത്താവിലേക്ക് നിങ്ങൾക്ക് വരാം. നിങ്ങളുടെ ഹൃദയം നിങ്ങൾക്ക് തുറക്കാം. നിങ്ങളുടെ സത്യാവസ്ഥ നിങ്ങൾക്ക് പറയാം. കർത്താവേ, ഞാൻ മുഴുവനും പാപത്തിൽ പിറന്നവനാണ്. ദൈവത്തോടെ ഏറ്റു പറഞ്ഞാൽ അവൻ നിങ്ങൾക്ക് ക്ഷമിച്ചു തരും. സ്തോത്രം. അവൾ പാപമോചനവും രക്ഷയുടെ സന്തോഷം അനുഭവിച്ചു. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം 50-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു അവളോട് പറഞ്ഞു, നീ സമാധാനത്തോടെ പോക. അവൾ വേറെ എങ്ങും പോയില്ല. അവൾ ക്രിസ്തുവിനെ അനുഭവിച്ചു. സ്തോത്രം. സഹോദരി സഹോദരങ്ങളെ, നമ്മെ സമാധാനത്തോടെ പറഞ്ഞയക്കാറില്ലേ? നിനക്കിഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു വിടാറില്ലേ? എങ്ങോട്ട് പോകും? ക്രിസ്ത്യാനി നീ എങ്ങോട്ട് പോകും? വിശ്വാസി നീ പോകേണ്ടത് യേശുവിൻ്റെ കാൽച്ചുവടുകളിലൂടെയാണ്. നീ അവനെ പിൻപറ്റുകയാണ് വേണ്ടത്, അവനെ പിന്തുടരുകയാണ് വേണ്ടത്. അവനാണ് ക്രിസ്ത്യാനി. അവനെ വാഗ്ദത്തക്കനാലിലെത്തൂ, അവനെ ദൈവം ഒരുക്കിയിരിക്കുന്നതായ സ്വർഗീയ ഭവനത്തിലെത്തൂ. വളരെ കൃത്യമാണ്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വീണ്ടും ഒരു വാക്യം കൂടെ വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും: ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഒന്നേ ഉള്ളൂ. അപ്പോസ്തലനായ പൗലോസ് നല്ലവനൊന്നും ആയിരുന്നില്ല. അവനും ക്രിസ്തുവിനെ പീഡിപ്പിക്കുന്നവനായിരുന്നു, ഉപദ്രവിക്കുന്നവനായിരുന്നു. ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് കർത്താവ് പരസ്യമായി അവനോട് ചോദിച്ചതാണ്. എന്നാൽ ആ പൗലോസ് യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, ശൗൽ യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞു: ഒന്ന് ഞാൻ ചെയ്യുന്നു. സ്തോത്രം. എന്താണ് പ്രിയപ്പെട്ടവര്? എനിക്ക് നിങ്ങൾക്കും ചെയ്യാനിപ്പോൾ ഒന്നേ ഉള്ളൂ. എന്താണത്? പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനാ ഞാൻ കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. തീരുമാനിക്കാം. പിൻപിലുള്ളത് മറക്കുക. കർത്താവിന് മറക്കാൻ മനസ്സാ. വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, അവൾ മറ്റക്കാര്യം അറിയാണ്. 7 ഭൂതങ്ങൾ ബാധിച്ചവളാണ്. ജീവിതകാലം മുഴുവനും തിന്മ ചെയ്തവളാണ്. ദൈവം കൊടുത്ത ശരീര സൗന്ദര്യം തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചവളാണ്. പക്ഷേ കർത്താവിൻ്റെ കലക്കലേക്ക് വന്നവൾ കണ്ണുനീരൊഴുക്കിയപ്പോൾ
അവളുടെ കഴിഞ്ഞകാല പാപങ്ങൾ മുഴുവൻ കർത്താവ് ക്ഷമിച്ചു കൊടുത്തുവെങ്കിൽ സഹോദര, എനിക്ക് നിങ്ങൾക്കും തിരിച്ചു വരാം. എല്ലാം മറക്കും. പിൻപിലുള്ള നമുക്കും മറക്കാം. കാരണം മറക്കുന്നവനായ ഒരു ദൈവം നമുക്കുണ്ട്. അത് വെറുതെ പറയുന്നതല്ല. അവൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം, പെസഹ കുഞ്ഞാടിൻ്റെ രക്തം, അവൻ്റെ രക്തം സകല പാപമൊക്കെ നമ്മെ ശുദ്ധീകരിക്കുന്നു. വളരെ വ്യക്തമായ വചനം പറഞ്ഞു. 1 യോഹന്നാൻ 1:7. ആ വചനപ്രകാരം, വാക്തത്വപ്രകാരം തിരുരക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ക്രൂശൻ ചുവട്ടിലേക്ക് വന്നുകൊണ്ട് ആ ക്രൂശിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് എൻ്റെ പാപത്തിന് പരിഹാരമായി നീ ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട്, കർത്താവെ, ഞാൻ നിന്നോട് തീരുമാനം പറയുന്നു, പിമ്പിലുള്ളത് മറക്കുന്നു. പിമ്പിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞം കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമയുടെ വിരുദ്ധനായി ഞാൻ ലാക്കിലേക്ക് കൊടുക്കും. ഒരേ ഒരു ലാക്ക്. എന്താണത്? അത് വാക്തത്തകരൻ. ഏതാണത്? ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതും മനുഷ്യൻ്റെ കണ്ടിട്ടില്ലാത്തതും ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്തതും ഹൃദയം കൊണ്ട് സങ്കല്പിച്ചിട്ടില്ലാത്തതുമായ സ്വർഗീയ ഭവനം. ആ ഭവനത്തെ ലാക്കാക്കിക്കൊണ്ട് ഞാൻ ഓടുന്നു. ബാക്കി ഒന്നിനും എന്നെ പിടിച്ചെടുത്താൻ കഴിയില്ല. ബാക്കി ധനമോ മാനമോ സ്ഥാനമോ സൗന്ദര്യമോ ആരെന്നെ ആടി വിളിച്ചാലും ഞാൻ ഒന്നും നോക്കുകയില്ല. ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. ഓടാം, നമുക്ക് ഓടി തുടങ്ങാം. വീണ്ടും വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രകാരം പറയും, ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. ഒറ്റ കാര്യം ചെയ്താൽ മതി. യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവം ഇതിൽ യേശുവിന്റെ ജയകരമായ രക്ഷകരമായ ക്രൂശിനാൽ രക്ഷിക്കപ്പെട്ട ദൈവം ഇതിൽ നീ ഇപ്പോൾ ഒന്ന് ചെയ്താൽ മതി. എന്താണ്? പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നീ പാപത്തിൽ നിന്ന് വേർപെട്ടവനാണ്. നീ പാപത്തിന് മരിച്ചവനാണ്. ദൈവത്തോട് വാക്ക് പറഞ്ഞവനാണ്. ഞാൻ പാപത്തിൽ മരിക്കുമെന്ന് പറഞ്ഞവനാണ്. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് നീ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റത്. സ്തോത്രം. പാപം നിന്റെ ശരീരത്തിൽ തൊടരുത്. പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ എൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. റോമർ 7:18. ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. നീ ജഡീക മനുഷ്യനാണോ? നിന്നിൽ നന്മയുടെ കണിക പോലുമില്ല. നീ ആത്മീയനാണെന്ന് ധരിക്കല്ലേ. ദൈവത്തിലെ നിന്റെ ചിന്തകളും വിചാരങ്ങളും മനോഭാവങ്ങളും എങ്ങനെയുണ്ട്? നിന്റെ ഹൃദയത്തിൻ്റെ ലക്ഷ്യം എങ്ങനെയുണ്ട്? അത് നിർമ്മലമായോ, അത് പരിശുദ്ധമായോ, ദൈവം പ്രസാരിക്കുന്നതായോ? ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. ജഡീക മനുഷ്യനിൽ നന്മ വസിക്കുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും പറഞ്ഞു, റോമർ 8:5. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡസ്വഭാവമുള്ളവനാണോ നീ? നിന്റെ ജഡത്തിനുള്ളതേ ചിന്തിക്കൂ. നിന്റെ ജഡം മരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ജഡത്തിനുള്ളത് മാത്രമേ നീ ചിന്തിക്കൂ. വളരെ വ്യക്തമാണ്. റോമർ 8:8 കൂടെ വായിക്കാം. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. നീ എത്ര പ്രാർത്ഥിച്ചാലും എന്തെല്ലാം ചെയ്താലും ശരി, നിനക്ക് ജഡസ്വഭാവമാണോ, നിനക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. നീ എത്ര പ്രാർത്ഥന ഉരുവിട്ട് തീർത്താലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ജഡസ്വഭാവം മാറാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, ജഡത്തിന്റെ ചിന്ത ആത്മാവിനെതിരാണ്. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ജഡത്തിന്റെ ചിന്ത ആത്മാവിനെതിരാണ്. കൃത്യമായി പറയും. ഗലാത്യർ 5:16 കൂടെ വായിക്കാം. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ഈ ജഡത്തിന്റെ മോഹം നിവർത്തിക്കാതിരിക്കാൻ ഒറ്റ പോംവഴിയേ ഉള്ളൂ. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. പെന്തിക്കോസ്ത് നാളിൽ സഖിയോന്മാരിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഓരോ ദൈവമക്കളുടെയും ഹൃദയത്തിന്റെ വാരക്കിൽ നിന്ന് വാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ വചനമനുസരിക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? അവൻ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. വേറെ പോംവഴിയൊന്നുമില്ല. വേറെ എന്തെല്ലാം ചെയ്താലും പ്രയോജനമില്ല. ബാക്കി ചടങ്ങുകളും ആചരണങ്ങളും എല്ലാം നിർത്തിയിട്ട് ദൈവശബ്ദം കേട്ടത് അനുസരിക്കാൻ നീ തയ്യാറായാൽ ദൈവത്തിൻ്റെ സ്തോത്രത്തിലേക്ക് ജയജീവിതം കിട്ടും. വീണ്ടും വായിക്കാം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും. 5:24. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. വചനം കേൾക്കുന്ന സഹോദര സഹോദരി, നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ പക്ഷത്തിലേക്ക് തിരിയാം. ക്രിസ്തുവിൻ്റെ വകയായി നമുക്ക് തീരാം. അതിനല്പം ആശ്വാസം കൊടുക്കാം. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്ന വ്യക്തമാണ്. ഇനി അതില്ല. ഇനി ആ ഊറിയ രസം എനിക്ക് വേണ്ട. ഇനി ജഡത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ എനിക്ക് വേണ്ട.
വെള്ളത്തിന് കുമിള പോലെ ഉയർന്നു വരുന്നതായ ആ നൈമിഷിക സുഖങ്ങൾ ഇനി എനിക്ക് വേണ്ട. തീരുമാനിക്കാൻ ആരെല്ലാം ഉണ്ട്? ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, 1 കൊരിന്ത്യർ 9:27, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. ഞാൻ അനേകരോ ഉപദേശിക്കുന്നുണ്ട്, പക്ഷേ അവസാനം ഞാൻ അയോഗ്യനായി തീരാതിരിപ്പാൻ എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവര്, എൻ്റെ തന്നെ ജഡത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. സ്തോത്രം. എൻ്റെ കീഴിലാക്കുന്നു, എന്നെ അനുസരിക്കുന്ന ജഡമാക്കി തീർക്കുന്നു. ഇതല്ലാതെ വേറെ ജയത്തിന് വേറെ ഒരു മാർഗവുമില്ല. ഗലാത്യലേഖനം 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ഇന്ന് നീ ജഡീകനായിരുന്നു കൊണ്ട് നീ ജഡത്തിൽ വിതയ്ക്കുകയാണോ? നീ നാശമേ കൊയ്യൂ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് മുന്നറിയിപ്പ് തരുന്നുണ്ട്. കൊലോസ്യർ 3:5. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. നമുക്ക് നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം. കർത്താവ് വേദനയോടെ നോക്കാം. നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് നോക്കാം, നമ്മുടെ സ്വഭാവത്തിലേക്ക് നോക്കാം. ദുർനടപ്പുണ്ടോ? നമ്മിൽ തന്നെ ഉള്ളതായ നാം കണ്ടെത്തുന്നതായ ദുർനടപ്പായ അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. കൃപായുഗമാകിയാൽ അത് മരിപ്പിപ്പാൻ ദൈവം ശക്തനായി നമ്മുടെ അരികിൽ നിൽക്കുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മുടെ അരികിൽ നിൽക്കുന്നു, നമ്മുടെ വാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ദൈവത്തിലെ ഇപ്പോൾ നീ നിന്നെ മരിപ്പിച്ചുകൊള്ളുക. ഒരു വാക്യം കൂടെ വായിക്കാം. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ, 1 പത്രോസ് 2:11. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന്. സ്തോത്രം. ഒറ്റ കാര്യം ചെയ്താൽ മതി, ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകലുക. സ്തോത്രം. ദൈവത്തിലെ മനസ്സാണോ? പരിശുദ്ധാത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ അതെന്താണെന്ന് ആരോടും പറഞ്ഞു കൊടുക്കേണ്ട, എല്ലാവർക്കും അറിയാം. അതിനോട് എന്നേക്കുമായ യാത്ര പറയുക. ഉഗ്രവിഷം പോലെ അതിനെ വെറുക്കുക. പാപത്തോട് എന്നേക്കുമായ യാത്ര പറയുക. 1 പത്രോസ് 4:2. ജഡത്തിൽ കഷ്ടാനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, മനുഷ്യൻ്റെ മോഹങ്ങൾക്കൊത്തവണ്ണമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടതിന് ഞാൻ പാപം വിട്ടൊഴിയുന്നു. സ്തോത്രം. വളരെ ലളിതമായ തീരുമാനം. ഇനി എൻ്റെ ഇഷ്ടപ്രകാരമല്ല, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഞാൻ പാപത്തോട് യാത്ര പറയുന്നു. എന്നെ സഹായിപ്പാൻ യേശുവുണ്ട്. സ്തോത്രം. നിത്യനായ ദൈവമുണ്ട്. ഇസ്രായേലിടത്തെ മിസ്രയീമിൽ നിന്ന് ചെങ്കടൽ കിടത്തിയവനായ ദൈവം എന്നോട് കൂടെയുണ്ട്. സ്തോത്രം. ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട്? ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു വളരെ വ്യക്തമായ ജനത്തോട് വിളിച്ചു പറഞ്ഞു, എന്നാൽ വലം കണ്ട് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. നിനക്ക് ഇടർച്ച വരുത്തുന്ന നിന്റെ വലം കണ്ണാണോ? നിന്റെ ആ വലം കണ്ണ് നീ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. നീ 2 കണ്ണുമുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നീ ഒറ്റക്കണ്ണനായി സ്വർഗത്തിൽ പോകുന്നത് നിനക്ക് നല്ലത്. സ്തോത്രം. ദൈവത്തിലെ ജഡസുഖം തരുന്ന, ദൈവത്തിൽ തന്നെ അകറ്റുന്ന പാപങ്ങളോട് നോക്ക് എന്നേക്കുമായ യാത്ര പറയാം. ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ സമയമില്ല. കർത്താവ് 2-ാമത്തെ ഓരോ ആസന്നമായിരിക്കുന്നു. നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം. നമുക്ക് ദൈവസ്കാരങ്ങളിലേക്ക് നമ്മളെ കൊടുക്കാം. കർത്താവേ, ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് വാരിക്കുന്ന ഈ സമയം ഞങ്ങളുടെ ആത്മശരീര മനസ്സുകളിൽ നിനക്കായി സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. ശത്രുവിൻ്റെ സകല അവകാശത്തെ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളെ നിന്റെ സ്വന്തമാക്കി തീർക്കണമേ. തിരുരക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അവിടെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ സിംഹാസനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ നടത്തണമേ, നയിക്കണമേ, നിയന്ത്രിക്കണമേ. 2-ാമത്തെ വരവിനായി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ.
മാനവും മഹത്വത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.